ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സർവമായ എന്ന് പറയുന്ന മൂവിയാണ്. ഇത് ബാധ ഒഴിപ്പിക്കാൻ പോയ നായകൻ്റെ കൂടെ ആ ആത്മാവ് കൂടുന്നു. സ്വന്തം പേര് പോലും അറിയാത്ത ആത്മാവ് നായകൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ പ്രഭേന്ദുവിനെയാണ്. ഗിറ്റാറിസ്റ്റായ പ്രഭേന്ദു തൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഗ്രൂപ്പിന് യൂറോപ്പിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവൻ്റെ ഗ്രൂപ്പിൽ നിന്നും അവൻ്റെ വിസ മാത്രം ക്യാൻസലായി. ബഡ്ജറ്റ് ഇഷ്യൂ കാരണം പരിപാടി ഓർഗനൈസ് ചെയ്തവർ അവനെ ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ ചേട്ടൻ ദീപു അവനെ വിളിച്ച കാര്യം അവൻ ഓർമ്മ വരുന്നത്. അവൻ്റെ അച്ഛൻ്റെ സപ്തതി നടക്കുകയാണ്. നാട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭേന്ദുവും അവൻ്റെ അച്ഛൻ നീലകണ്ഠൻ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം പരസ്പരം മിണ്ടാറില്ല. അത് കാരണം അവൻ വീട്ടിലോട്ടൊന്നും അങ്ങനെ പോകാറുമില്ല. ചേട്ടൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ്റെ യൂറോപ്പ് ട്രിപ്പ് ക്യാൻസലാവുകയും ചെയ്തു. തൽക്കാലം അതുകൊണ്ട് തറവാട്ടിലേക്ക് പോകാമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ്റെ ഗ്രൂപ്പിൽ നിന്ന് സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് ആകെ പോകാറുള്ളത് അവൻ മാത്രമായിരുന്നു. പല മ്യൂസിക് കമ്പോസിൻ്റെ കയ്യിൽ നിന്നും അവന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവൻ്റെ കയ്യിൽ കാശ് കിട്ടാറുള്ളൂ. നമ്മുടെ പ്രഭേന്ദു ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അവൻ്റെ അച്ഛനും സഹോദരനും ഉൾപ്പെടെ എല്ലാവരും പൂജാരിമാരായിരുന്നു. പൂജാവിധികളൊക്കെ അവൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അവൻ മാത്രം ഈ പൂജകളൊന്നും ചെയ്യില്ല. അവൻ്റെ ഒരു നിരീശ്വരവാദിയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. വീട്ടിലെത്തിയവൻ ഫ്രണ്ടിലൂടെ കയറാതെ ബാക്ക് ഡോർ വഴിയാണ് കയറുന്നത്. അവിടെ അവൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. പപ്പു എന്നാണ് ആ നായികയുടെ പേര്. അവൻ്റെ അമ്മയുടെ മരണശേഷമാണ് അവൻ വീട്ടുകളിൽ നിന്നും അകന്നത്. ആകെ അവൻ അവിടെ സംസാരിക്കുന്നത് അവൻ്റെ ചേട്ടനോടും പിന്നെ അവൻ്റെ വല്യച്ഛനോടുമാണ്. അവൻ്റെ വല്യച്ഛനാകട്ടെ വിവാഹമൊന്നും കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് നിൽക്കുകയാണ്. അയാൾ സ്ഥിരമായിട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അയാളുടെ റൂമിലേക്ക് കയറുമ്പോൾ യൂറിൻ്റെ സ്മെല്ലാണ്. അതിൻ്റെ പേരിൽ അവൻ ഇടയ്ക്കിടെ വല്യച്ഛനെ വഴക്ക് പറയാറുണ്ട്. രവീന്ദ്രൻ്റെ ചേട്ടൻ ദീപു ആകട്ടെ ഉടൻ തന്നെ കെനിയയിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് ഓഫർ കിട്ടിയിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൻ്റെ വല്യച്ഛൻ പ്രഭേന്ദുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടനെ പോലെ നീയും ഈ പൂജയുമായിട്ട് നടന്നിരുന്നെങ്കിൽ നിൻ്റെ കയ്യിലും ഇഷ്ടം പോലെ കാശുണ്ടായേനെയെന്ന്, നിനക്കും ഒരുപാട് അവസരങ്ങൾ കിട്ടിയേനെയെന്നും നിനക്കതൊന്നും വേണ്ട എന്നും മ്യൂസിക് മതി എന്നുമാണ് പ്രഭേന്ദു പറയുന്നത്. പ്രഭേന്ദുവിൻ്റെ കസിനും ഒറ്റ സുഹൃത്തുമായ രൂപേഷ് ആയിരുന്നു അവൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ കമ്പനി. രൂപേഷ് ഒരു പൂജാരിയാണ്. നിനക്ക് കാശുണ്ടാക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ കൂടിക്കൊള്ളാൻ രൂപേഷ് പറഞ്ഞെങ്കിലും എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നാണ് പ്രഭേന്ദു പറയുന്നത്. ഒരു ദിവസം രാത്രി ഇവർ കുളക്കടവിലിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ട് കുറച്ച് പയ്യന്മാർ നിൽക്കുന്നത് കാണുന്നു. ഇവന്മാരെന്തോ കഞ്ചാവിൻ്റെ പരിപാടിയാണെന്ന് രൂപേഷ് പറയുകയും അവന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവന്മാരാകട്ടെ രൂപേഷിനെ പേടിപ്പിച്ച് അവിടെ നിന്നും ഓടിക്കുകയാണ്. ഈ വക പ്രശ്നങ്ങളിലൊന്നും പ്രഭേന്ദു ഇടപെടാൻ നിന്നില്ല. അവൻ തൽക്കാലം ആ പയ്യന്മാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോകുന്നു. പ്രഭേന്ദു ഇടയ്ക്കിടെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് പോകും. പലപ്പോഴും വർക്ക് കഴിയുന്നുണ്ടെന്നും കാശ് കിട്ടില്ല. അത് കാരണം കാശിൻ്റെ ഷോർട്ടേജ് അവനുണ്ടായിരുന്നു. വല്യച്ഛനോട് കുറച്ച് കാശ് ചോദിക്കുമ്പോഴാകട്ടെ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കാനാണ് വല്യച്ഛൻ പറയുന്നത്. അച്ഛനോട് കാശ് ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ കൊടുക്കാറുമില്ല. കുടുംബത്തിൽ ബാക്കിയുള്ളവരെ പോലെ പൂജകളിലൊന്നും അവൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ടും പൂജാരി ആകാത്തതുകൊണ്ടും ഒക്കെ അവൻ്റെ അച്ഛനോട് ചെറിയൊരു വിദ്വേഷമുണ്ടായിരുന്നു. നിനക്ക് കാശിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ രൂപേഷിൻ്റെ കൂടെ ചേർന്നിട്ട് പൂജയ്ക്ക് മറ്റും പോകാനാണ് വല്യച്ഛൻ അവനോട് പറയുന്നത്. ആദ്യമൊക്കെ അവൻ എതിർത്തെങ്കിലും വേറെ ജോലിയില്ലാതെ കാശില്ലാത്ത കാരണം തൽക്കാലം രൂപേഷിനോട് സംസാരിച്ചിട്ട് രൂപേഷിൻ്റെ കൂടെ പൂജാവിധികൾ പങ്കെടുക്കാനായിട്ട് പ്രഭേന്ദുവും പോയി. അത്രകാലം രൂപേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരികർമ്മിയായ ശ്രീകുട്ടൻ രൂപേഷുമായിട്ട് ഉടക്കിയിട്ടാണ് പോയത്. അത് കാരണം രൂപേഷിന് തൻ്റെ കൂടെ ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. മന്ത്രങ്ങളും വിധികളും ഒക്കെ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കേണ്ട കാര്യമേ പ്രഭേന്ദുവിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നാട്ടിലെ ഒരുപാട് ഫംഗ്ഷനുകളിൽ പൂജയ്ക്കും മറ്റും പോയി അവൻ്റെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ വന്നു തുടങ്ങി. ഒരിക്കൽ രൂപേഷിൻ്റെ കൂടെ ഒരു പുതിയ വീട്ടിൽ പൂജയ്ക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിൽ രൂപേഷ് കയറി ഇരിക്കുകയും കുറേ പേരുടെ വീഴ്ച കാരണം അത് പൊട്ടി താഴെ വീഴുകയും ചെയ്തു. ആ വീഴ്ചയിൽ രൂപേഷിന് അത്യാവശ്യം നല്ല പരുക്ക് പറ്റി. പിന്നീട് അവൻ ഏറ്റുണ്ടായിരുന്ന പൂജയ്ക്കൊന്നും അവന് പോകാൻ പറ്റിയില്ല. അത് കാരണം തൽക്കാലം ആ പൂജകൾക്കൊക്കെ പ്രഭേന്ദു ഒറ്റയ്ക്ക് പോയി ചെയ്യാനാണ് രൂപേഷ് പറയുന്നത്. കിട്ടുന്ന കാശിൻ്റെ 1% രൂപേഷിന് കൊടുക്കണം. അങ്ങനെ രൂപേഷിൻ്റെ അഭാവത്തിൽ പ്രഭേന്ദു ആ പൂജാവിധികളെല്ലാം ചെയ്യാൻ ആരംഭിച്ചു. ഒരു ദിവസം പ്രഭേന്ദുവിനോട് രൂപേഷ് പറയുന്നുണ്ട് പാലക്കാട്ടുള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ ഒരു ബാധ ഒഴിപ്പിക്കാൻ പോകണമെന്ന്. എന്നാൽ ആ വക കാര്യങ്ങളിലൊന്നും താൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് രൂപേഷ് പറയുന്നു. അവൻ നിർബന്ധിച്ച കാരണം പ്രഭേന്ദു പോകാമെന്ന് സമ്മതിച്ചു.
ഇവിടുന്ന് അവിടം വരെ യാത്ര ചെയ്യാൻ കാർ എടുത്തിട്ട് പോകാൻ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട, ഞാൻ ഓട്ടോയ്ക്ക് പൊക്കോളാമെന്ന് പ്രഭേന്ദു പറയുന്നത്. പ്രഭേന്ദുവിൻ്റെ പൂജകളൊക്കെ ചെയ്തു തുടങ്ങിയോണ്ട് തന്നെ അവൻ്റെ അച്ഛന് അവനോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അവനിപ്പോഴും അച്ഛനെ മൈൻഡ് ചെയ്യാറില്ല. അവനൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ആ അഡ്വക്കേറ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈ അഡ്വക്കേറ്റിൻ്റെ മകൻ +2 പഠിക്കുന്നതാണ്, അവിനാഷാണ്. അവൻ്റെ ശരീരത്തിൽ ബാധയുണ്ടെന്നാണ് അവർ പറയുന്നത്. നേരത്തെ ഒരുപാട് സംസാരിക്കുന്ന പയ്യനായിരുന്നു. ഇപ്പോൾ ആരുടെ മുഖത്ത് നോക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവന് ഇപ്പോൾ വിശപ്പേ ഇല്ലെന്നാണ് പറയുന്നത്. തൻ്റെ കൂടെ ആരോ ഉണ്ടെന്നും അത് തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ പയ്യൻ എപ്പോഴും പറയുന്നത്. അവനിപ്പോൾ എപ്പോഴും അമ്മയുടെ കൈ പിടിച്ച് മാത്രമേ ഇരിക്കാറുള്ളൂ. ഡോക്ടറിനെ കാണിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അടുത്തുള്ള റാഫേൽ എന്ന് പറയുന്നൊരു ഡോക്ടറെ ഞങ്ങൾ കാണിച്ചിരുന്നെന്നും മെഡിസിനൊക്കെ കഴിച്ചതാണ്, പക്ഷെ മാറ്റമൊന്നും ഉണ്ടായില്ലെന്നുമാണ് ഇവർ പറയുന്നത്. അയാളുടെ വൈഫിന് നിർബന്ധമായിരുന്നു ഒരു പൂജ ചെയ്യണമെന്ന്. അയാൾക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും പ്രശ്നം വെച്ചപ്പോൾ ഒരു ബാധയാണ് കാണുന്നതെന്നും താൻ ആ പൂജ ആരംഭിക്കാൻ പോവുകയാണെന്നും പ്രഭേന്ദു പറയുന്നു. ആ പയ്യനെ പൂജാകർമ്മങ്ങൾ നടക്കുന്നതിൻ്റെ അടുത്തേക്ക് കൊണ്ടിരുത്തി. അവൻ അത്രയും നേരം പേടിച്ചിരണ്ട് അവൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊന്നും പ്രഭേന്ദുവിനെ നോക്കിയതേയില്ല. കുറേ നേരം പ്രഭേന്ദു അവൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവനൊന്ന് മുഖമുയർത്തി പ്രഭേന്ദുവിനെ നോക്കി. കുറച്ചു നേരം അവർ രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കി. ആ സമയത്ത് പെട്ടെന്ന് ആ പയ്യൻ്റെ മുഖത്ത് ഒരു ചിരി വരികയും അവൻ അവൻ്റെ അമ്മയുടെ കൈവിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്നിട്ട് നേരെ ജോലിക്കാരിയോട് പോയിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ പറയുന്നു. പൂജാവലികൾ തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ അവനിലുണ്ടായ മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. പ്രഭേന്ദുവിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ്റെ ശരീരത്തിലെ ബാധ പോയോ? കാരണം അവൻ പെട്ടെന്ന് നോർമലായിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ അഡ്വക്കേറ്റും അയാളുടെ വൈഫും വിചാരിച്ചിരിക്കുന്നത് പ്രഭേന്ദുവിൻ്റെ പൂജ കാരണമാണ് ആ ബാധ ഒഴിഞ്ഞു പോയെന്നാണ്. അത് കാരണം പ്രഭേന്ദുവിന് അവർ കൊടുക്കാമെന്ന് പറഞ്ഞ 60,000 രൂപയ്ക്ക് പകരം 1,00,000 രൂപയാണ് ആ അഡ്വക്കേറ്റ് പ്രഭേന്ദുവിന് നൽകുന്നത്. കാര്യങ്ങളൊക്കെ രൂപേഷിനോട് പ്രഭേന്ദു പറയുമ്പോൾ രൂപേഷ് പറയുന്നുണ്ട് ആ മന്ത്രങ്ങളൊക്കെ ഏറ്റതായിരിക്കുമെന്ന്. എന്നാൽ പ്രഭേന്ദുവിന് അത്ര വിശ്വാസം തോന്നിയില്ല. ആ ഡോക്ടർ കൊടുത്ത മെഡിസിൻ വർക്കായതായിരിക്കും. ചിലപ്പോൾ ആദ്യമൊന്നും അതിൻ്റെ എഫക്റ്റ് വന്നു കാണില്ല. പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മെഡിസിൻ അവൻ്റെ ശരീരത്തിൽ വർക്കായി തുടങ്ങിയെന്നും അവൻ വിശ്വസിക്കുന്നു. അത് ബാധയായിരിക്കില്ല, എന്തെങ്കിലും മാനസിക പ്രശ്നമാണെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. കാരണം ഇവരെ ദൈവത്തിലും ഒന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ പൂജ ചെയ്യുമ്പോൾ അവൻ ആത്മാർത്ഥത്തോടു കൂടിയായിരുന്നു ചെയ്തിരുന്നത്. പിറ്റേന്ന് രാവിലെ ഉണക്കമെന്ന് പ്രഭേന്ദു ശ്രദ്ധിക്കുന്നത് തൻ്റെ ഫോണിലെ വാട്സാപ്പ് DP മാറിയിരിക്കുന്നു. ഏതോ കൊറിയൻ സിംഗറിൻ്റെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. അതവൻ വലിയ മാറ്റം അവൻ തന്നെ മാറ്റിയതായിരുന്നില്ല. ആദ്യം അവനത് വലിയ കാര്യമാക്കിയില്ല. അവൻ അടുത്ത ദിവസം പൂജയ്ക്ക് അവൻ റെഡിയായി ഓട്ടോയിലേക്ക് കയറുന്ന സമയത്ത് രൂപേഷിനോട് നേരത്തെ ഉണ്ടായിരുന്ന പരികർമ്മി ശ്രീകുട്ടൻ അവിടേക്ക് വരുന്നു. തന്നെയും ഇനി മുതൽ നിങ്ങളുടെ കൂടെ പരികർമ്മിയായിട്ട് ചേർക്കണമെന്ന് ശ്രീകുട്ടൻ പ്രഭേന്ദുവിനോട് പറയുന്നു. അതല്ലെങ്കിൽ നിങ്ങളൊരു എത്തിസ്റ്റാണെന്നും നിങ്ങൾക്ക് പൂജയിൽ വലിയ അറിവൊന്നുമില്ലെന്നും ഞാൻ നാട്ടിൽ പരത്തുമെന്നും അവൻ പറയുന്നു. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂജ ചെയ്യാൻ പോകുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവൻ പറയുന്നുണ്ട്. പ്രഭേന്ദു അതിനൊന്നും തന്നെ ഒരു മറുപടിയും കൊടുത്തില്ല. നാളെ മുതൽ ഞാൻ വന്ന് തുടങ്ങുമെന്ന് അവൻ പറയുകയും ചെയ്തിട്ട് അവിടെ നിന്ന് 2 വീലറിൽ പോവുകയാണ്. പക്ഷേ അവൻ അതും പറഞ്ഞ് വണ്ടി റോഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. നിയന്ത്രണം വിട്ട് ആ വണ്ടി അടുത്തുള്ള കടയിൽ പോയി ഇടിച്ചു. അതോടെ നമ്മുടെ പരികർമ്മി ഒന്ന് പേടിച്ചു. ഓട്ടോക്കാരനും ശരിക്കും പേടിച്ചു പോയി. പ്രഭേന്ദുവിനോട് അവൻ അങ്ങനെ ഭീഷണിയൊക്കെ ഉയർത്തിയത് കാരണം പ്രഭേന്ദുവിന് എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണോ അവൻ അപകടം പറ്റിയതെന്നായിരുന്നു ഓട്ടോക്കാരൻ്റെ ചിന്ത. എന്നാൽ പ്രഭേന്ദുവിനെ സംബന്ധിച്ച് ഇതൊക്കെ എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ. പിന്നീട് കാണിക്കുന്ന പ്രഭേന്ദു വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഡെലിവറി ബോയ് അവിടേക്ക് വരുന്നതാണ്. എന്നാൽ താനിതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പ്രഭേന്ദു പറയുമ്പോൾ അഡ്രസ്സ് ഇത് തന്നെയാണ്, ഫോൺ നമ്പർ ഇത് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്തതെന്ന് ആ പയ്യൻ പറയുന്നു. ഫോണിൽ നോക്കുമ്പോൾ പ്രഭേന്ദു ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഷോപ്പിംഗ് ആപ്പുകളൊക്കെ അതിൽ കിടക്കുന്നു. അതിൽ നിന്നും പ്രഭേന്ദുവിൻ്റെ കാർഡ് വെച്ചിട്ട് ആരോ എന്തോ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അതൊരു കുർത്തി സെറ്റാണ്. ആ വീട്ടിലാരും കുർത്ത ഇടുന്ന ആരുമില്ല. പിന്നെ ഇത് ആരാണ് ഓർഡർ ചെയ്തതെന്ന് ആലോചിച്ചിരിക്കുകയാണ് പ്രഭേന്ദു. റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ആപ്പിലൂടെ തന്നെ ചെയ്താൽ മതി. 2 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ആ ചുരിദാർ അവിടെ ഏൽപ്പിച്ചിട്ട് ഡെലിവറി ബോയ് അവിടെ നിന്നും പോയി. പ്രഭേന്ദു തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ആപ്പെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്തെങ്കിലും ഹാക്കിംഗ് ആയിരിക്കും, ഏതെങ്കിലും ചൈനീസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പറ്റിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ അതൊക്കെ ക്ലിയർ ചെയ്ത് കളയുകയാണ്. എന്നിട്ട് രാത്രിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി തൻ്റെ ബെഡിൻ്റെ അടുത്ത് വെച്ചിരുന്ന് ഉറങ്ങി. ഇടയ്ക്കുണർന്ന് ഫോൺ നോക്കുമ്പോൾ ഫോൺ അവിടെയില്ല. നേരെ നോക്കുമ്പോൾ ആ റൂമിലൊരു പെൺകുട്ടി ഇരുന്ന് അവൻ്റെ ഫോൺ നോക്കുന്നു. ആദ്യം ഇത് സത്യമാണോ അതോ അവന് തോന്നിയതാണോ എന്ന് പോലും ഡൗട്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ആകട്ടെ അവനെ നോക്കിയൊരു ഹായ് പറയുന്നു. ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പ്രഭേന്ദു ഉണരുന്നതാണ്. തലയിൽ നിന്ന് അതിൽ നടന്ന ആ പെൺകുട്ടിയെപ്പറ്റി അവൻ ആലോചിക്കുന്നു. അതുവല്ല പ്രേതമാണോ ഇനി തോന്നലാണോ എന്നായിരുന്നു പ്രഭേന്ദുവിൻ്റെ ചിന്ത. വല്യച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒത്തിരി വർഷം പഴക്കമുള്ള മനയല്ലേ, ചിലപ്പോൾ ഇവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. അങ്ങനെ അയാളോട് സംസാരിച്ചിട്ട് അവൻ തിരിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോൾ വീണ്ടും അവനെ പെൺകുട്ടിയെ കാണുന്നു.
അവൾ വീണ്ടും അവൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി പ്രഭയോട് പറയുന്നുണ്ട്, എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇത്രയും കാലം അവിനാശിൻ്റെ കൂടെയായിരുന്നു. പക്ഷെ അവിനാശ് എന്നോടൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അവന് മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. പക്ഷെ പ്രഭ അങ്ങനെയല്ല. പ്രഭയ്ക്ക് നല്ല ധൈര്യമുണ്ട്, എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നുമുണ്ട്. പിന്നെ ഇന്നലെ പ്രഭ എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നോർമലാണ്. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടു കഴിയുമ്പോൾ ആ പേടിയൊന്നും ഉണ്ടാവത്തില്ല. ആ പെൺകുട്ടി ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രഭയാകട്ടെ ആകെ പേടിച്ചിരണ്ട് നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ ഇതൊക്കെ അവന് തോന്നലാണോ എന്നുള്ള ചിന്തയായിരുന്നു. അത് കാരണം അവൻ നേരെ പോകുന്നത് അവൻ ബാധ ഒഴിപ്പിച്ച അവിനാശിനെ ട്രീറ്റ് ചെയ്ത റാഫേൽ എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്. അയാളോട് പോയിട്ട് ഈ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഇത്രയും കാലം അവിനാശ് കണ്ടുകൊണ്ടിരുന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ താനാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആ ഡോക്ടറിനോട് അവൻ പറയുന്നു. അവിനാശിൻ്റെ അടുത്ത് നീയല്ലേ പൂജ ചെയ്ത് ആ ബാധയെ കളഞ്ഞത്, അതുകൊണ്ട് നീ തന്നെ ഒരു പൂജ ചെയ്ത് ആ ബാധ അങ്ങ് കളഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ അവൻ പറയാണ്, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്, ഞാനൊരു എയ്ത്തിസ്റ്റ് ആണെന്ന് പറയുന്നു. എയ്ത്തിസ്റ്റായ പൂജാരിയോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ആ ടൈമിൽ പ്രഭേന്ദു അവൻ്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ ആ ഡോക്ടറോട് പറയുകയാണ്. പ്രഭേന്ദു നല്ലൊരു ഈശ്വരവിശ്വാസി തന്നെ ആയിരുന്നു. മുടങ്ങാതെ പൂജകളെല്ലാം ചെയ്യുന്നൊരു ബ്രാഹ്മണനായിരുന്നു. ഒരു ദിവസം അവൻ്റെ അച്ഛനും ചേട്ടനും എല്ലാം ഡൽഹിയിൽ പൂജയ്ക്ക് പോയ സമയത്ത് അവനും അമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവനാകട്ടെ വൈകുന്നേരം പൂജാമുറിയിൽ കയറി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ അവനെ വിളിക്കുന്നത്. പക്ഷെ പൂജ മുഴുവൻ തീർത്തിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതി അവൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീർത്ത് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ കാണുന്നത് അമ്മ വീണ് കിടക്കുന്നതാണ്. ആ സ്പോട്ടിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. താൻ പൂജാവിധികൾ പാതി വഴിക്കിട്ട് വന്നിരുന്നെങ്കിൽ തൻ്റെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആവില്ലായിരുന്നുവെന്ന് അവന് തോന്നാൻ തുടങ്ങി. ആ സംഭവത്തോടു കൂടി അവൻ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അവനൊരു ഈശ്വരവിശ്വാസിയിൽ നിന്നും നിരീശ്വരവാദിയായി മാറി. ഡോക്ടർ എന്തായാലും തൽക്കാലം അവനൊരു ഗുളിക കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ തോന്നലാണെങ്കിൽ ആ പെൺകുട്ടി വന്നതുപോലെ തന്നെ പൊയ്ക്കൊള്ളും. അങ്ങനെ അന്ന് രാത്രി അവൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് തൻ്റെ റൂമിൽ ആ പെൺകുട്ടി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഫോൺ പതുപോലെ ബെഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. ഇടയ്ക്ക് അവൻ ഫോൺ തപ്പി നോക്കുമ്പോൾ അത് കാണുന്നില്ല. നോക്കുമ്പോഴാകട്ടെ ആ പെൺകുട്ടി വീണ്ടും ഫോൺ നോക്കി അവിടെ ഇരിക്കുന്നു. അവൻ സംശയത്തോടു കൂടി അവളുടെ അടുത്തേക്ക് ചെന്നതും അവൻ പെട്ടെന്ന് വരുന്നത് കണ്ടിട്ട് അവൾ ഞെട്ടി. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ആ വാങ്ങിയ ചുരിദാർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ കൊടുക്കുകയായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ റിട്ടേൺ വാങ്ങിക്കാൻ ആൾ വരുമെന്നും അത് കൊടുത്തേക്കണമെന്നും അവൾ അവനോട് പറയുന്നു. പ്രഭേന്ദു ആകട്ടെ അപ്പോഴും സംശയത്തോടു കൂടി അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സമയം 1 പ്രഭയുടെ വല്യച്ഛൻ ബാത്റൂമിൽ പോയിട്ട് വന്ന് കിടന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പോഴും ഫ്ലഷ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഫ്ലഷ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൾ വെറുതെ കൈ ഒന്ന് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ബാത്റൂമിൽ ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേൾക്കാം. ഇതുപോലെ എനിക്ക് ലൈറ്റ് ഇടാനും പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ വിരലൊടിച്ചുകൊണ്ട് ഒരു ലൈറ്റ് ഓണാക്കാൻ തുടങ്ങി. പക്ഷേ വോൾട്ടേജ് കൂടി അത് കത്തിപ്പോയി. ഈ സൗണ്ട് കേട്ടുകൊണ്ട് പ്രഭയുടെ വല്യച്ഛൻ അവിടേക്ക് വരുന്നത്. വല്യച്ഛൻ അവളെ കാണാൻ പറ്റുന്നില്ല. തനിക്ക് മാത്രമേ അവളെ കാണാൻ പറ്റൂവെന്ന് പ്രഭേന്ദുവിന് മനസ്സിലാവുന്നു. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, വല്യച്ഛൻ പോയി കിടന്നോളാനാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയും ഇനി മുതൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടെ കണ്ട് ഞെട്ടേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശരിക്കും നീ ആരാണെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു, ഞാനൊരു പ്രേതമാണ്. അവൾക്ക് അവളുടെ പേരും നാടും ഒന്നും അറിയില്ല, അവൾ ആരാണെന്നും അറിയില്ല. അതൊക്കെ വെള്ളയിൽ ലാവണ്ടർ കളർ പൂക്കളുള്ള ഒരു ചുരിദാർ വേണമായിരുന്നു. അത് ഓർഡർ ചെയ്യാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വന്നതാകട്ടെ വേറൊരു കളറും. അതുകൊണ്ട് എനിക്ക് ഇനിയും കുറച്ചു നേരത്തേക്ക് ഫോൺ ആവശ്യമുണ്ട്. ഗുളികയൊക്കെ കഴിച്ചല്ലേ, പ്രഭ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ രാവിലെ ഫോൺ തന്നേക്കാമെന്ന് പറയുന്നു. പ്രഭ അപ്പോഴും ഇങ്ങനെ പേടിച്ചെന്നെ നിൽക്കുകയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രേതമാണെന്ന് അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൽക്കാലം അവൾ പോയി ഉറങ്ങാൻ പറഞ്ഞത് കാരണം അവൻ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ രൂപേഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവിനാശിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ പ്രേതം തൻ്റെ കൂടെ ഉണ്ടെന്നും അതുകൊണ്ട് പൂജ ചെയ്യണമെന്നും പറയുന്നു. അങ്ങനെ വീട്ടിൽ ആരെയും അറിയിക്കാതെ റൂമൊക്കെ അടച്ചിട്ടിരുന്ന് ഇവർ രണ്ടുപേരും കൂടെ പൂജയൊക്കെ ചെയ്തു. പൂജ ചെയ്തിട്ട് രൂപേഷ് പോയെങ്കിലും ആ പെൺകുട്ടിയുടെ പ്രേതം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി അവരോട് പറയുന്നത്, സിനിമയിലൊക്കെ വരുന്ന പ്രേതത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ്. വളരെ മാന്യമായിട്ടല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് പേടിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവിനെ ഓർത്ത് എന്നെ ഇനി കാണുമ്പോൾ ഇടയ്ക്കിടെ ഞെട്ടേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ്. അവൾ കർത്താവെന്ന് പറഞ്ഞതും അവൻ ചോദിക്കുന്നു, നീ ക്രിസ്ത്യാനിയാണോ എന്ന്. താൻ ക്രിസ്ത്യാനിയാണെന്ന് അവൾക്ക് ഓർമ്മയുണ്ട്. അത് കേട്ടപ്പോൾ പ്രഭയുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ രീതിയിൽ പൂജകൾ ചെയ്യാത്ത കാരണമാണ് ഇവളുടെ ആത്മാവ് പോകാത്തതെന്നായിരുന്നു അവൻ്റെ ചിന്ത. അത് കാരണം അവൻ നേരെ പോകുന്നത് കുരിശുകൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. അവിടുത്തെ ഒരു കുരിശ് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടിയുടെ ആത്മാവും അവിടേക്ക് വരുന്നുണ്ട്. അവനൊരു കുരിശെടുത്തിട്ട് അവളുടെ നേരെ നീട്ടി അവളെ പേടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അവൾ ഈസി ആയിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ കുരിശ് വാങ്ങുന്നു.
ഇത്രയും കുരിശിന് നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിന് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഇവിടെ നിന്ന് പോയനെ എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് ഈ വക ഒരു വിദ്യയും നോക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും ഇവിടെ നിന്ന് പോകില്ല. ഇവളോട് ഇങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന് തൻ്റെ ഫ്രണ്ടിൻ്റെ കോള് വരികയാണ്. അവന് ബോളിവുഡിൽ വർക്ക് ചെയ്യാനായിട്ട് വിരാട് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ വീഡിയോ കോളിൽ വരും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് വരണം എന്നാണ് അവൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുന്നത്. അവൻ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ആത്മാവും അവൻ്റെ കൂടെ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മ്യൂസിക് ഡയറക്ടർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞ പ്രകാരം അവൻ ഗിറ്റാർ വായിക്കുകയായിരുന്നു. എന്നാൽ അവൻ കുറേ തവണ ശ്രമിച്ചിട്ടും അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും വരുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ സമയം നമ്മുടെ പെൺകുട്ടിയുടെ ആത്മാവ് അവനോട് പറയുന്നു, ഞാൻ പറയുന്ന രീതിയിലൊന്ന് വായിച്ചു നോക്കാൻ. ആ പെൺകുട്ടി പറഞ്ഞ പ്രകാരം അവൻ ഗിറ്റാർ വായിച്ചതും ആ മ്യൂസിക് ഡയറക്ടറിന് അത് ഇഷ്ടപ്പെടുന്നു. അവർക്ക് മ്യൂസിക് മനസ്സിലാകാൻ ഗിറ്റാർ പ്ലേ ചെയ്യാനും അറിയാം. ഗിറ്റാർ നോട്ട്സും മനസ്സിലാവും. അവൾ കാരണം എന്തായാലും അവന് നല്ലൊരു പ്രോജക്റ്റ് കിട്ടി. ഉടനെ തന്നെ അവൻ എന്തായാലും ബോംബെയിലേക്ക് പോകേണ്ടി വരും. ആ പെൺകുട്ടി വഴിയാണ് അയാൾ മലയാളികളായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രഭേന്ദുവിൻ്റെ കൂടെയുള്ള ഈ ഒരു പ്രേതം കാരണം അവന് ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവളെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പ്രഭയ്ക്ക് അറിയില്ല. അവൻ പറയുന്നു, നീ ഒരു ഡെലൂഷൻ ആയിരിക്കും, അതുകൊണ്ട് നിന്നെ ഡെലിലു എന്ന് വിളിക്കാമെന്ന്. ഡെലിലുവിന് അവളെ പറ്റിയോ അവളുടെ ഫാമിലിയെ പറ്റിയോ ഒന്നും തന്നെ അറിയില്ല. പക്ഷേ അവൾ ധരിച്ചിരുന്ന ഡ്രസ്സിനെ പറ്റിയും അവളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും അവളുടെ ഇൻട്രസ്റ്റിനെ പറ്റിയുമൊക്കെ അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഏത് ഡ്രസ്സും മനസ്സിൽ വിചാരിക്കുന്നോ ആ ഡ്രസ്സ് അവൾക്ക് ഇടാനും പറ്റും. ആകെ അവൾക്ക് പറ്റാത്തത് അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റിലെ ലാവണ്ടർ കളർ പൂക്കളുള്ള ചുരിദാറാണ്. അതപ്പോൾ ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് തനിക്ക് ഇടാൻ പറ്റൂ എന്ന് അവൾക്ക് തോന്നിയിട്ടാണ് അവളത് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് അവൾക്കറിയില്ല. പക്ഷെ അവൾ മരിക്കുന്നതിന് മുമ്പ് ആരോ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എസ് കേട്ട ശേഷമാണ് അവൾ മരിച്ചത്. അതാരാണെന്ന് അവൾക്കറിയില്ല. അവൾ മരിക്കാൻ ആരോ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നുവെന്ന് അവൾ പ്രഭേന്ദുവിൻ്റെ അടുത്ത് പറയുന്നു. ഒരുപക്ഷെ ആ എസ് പറഞ്ഞ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ അവളുടെ ഓർമ്മകൾ തിരിച്ചു വരുമെന്ന് പ്രഭയ്ക്കും തോന്നുന്നു. മ്യൂസിക്കുമായിട്ടുള്ള തൻ്റെ കണക്ഷനെ പറ്റി ഡെലുലു സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഗിറ്റാറാണ് ഏറ്റവും എന്നെ നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റ് ആക്കിയിട്ടുള്ളത്. അവിനാശും ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവൻ്റെ കൂടെ കൂടിയത്. പ്രഭേന്ദുവും ഗിറ്റാറിസ്റ്റാണ്. അതുകൊണ്ടാണ് അവൾ അവിനാശിൻ്റെ അടുത്തു നിന്നും പ്രഭയുടെ അടുത്തേക്ക് വന്നത്. എന്താണെങ്കിലും ആ സംഭവത്തിന് ശേഷം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി. ഡെലിലുവിൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പല കോളേജുകളിലും അവളെ കൊണ്ടുപോയി അവിടെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും പരിചയമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ താൻ കിടക്കുന്നതിന് മുമ്പ് അവനായിട്ട് തൻ്റെ ഫോൺ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അവൾ ഒരു ദിവസം പ്രഭയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പ്രഭയ്ക്കും അച്ഛനും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന്. അങ്ങനെ അവൻ തൻ്റെ അമ്മ മരിച്ചതിനെ പറ്റി പറയുന്നു. അമ്മയുടെ മരണശേഷം ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അമ്മ ഓമനിച്ച് വളർത്തിക്കുന്ന പപ്പു എന്ന് പറയുന്ന നായ ഒരുപാട് ദുഃഖിതനായിരുന്നു. പപ്പുവിനെ ഇവിടെ അടുത്തുകൊണ്ട് അമ്മയുടെ അടുത്ത് ഞാൻ ഇരുത്തി. എന്നാൽ അവൻ്റെ അച്ഛന് ഒരു ജീവികളെയും ഇഷ്ടമായിരുന്നില്ല. ദേഷ്യത്തിൽ അയാൾ പ്രഭയോടും ആ നായയോടും അവിടെ നിന്നും പോകാൻ പറയുന്നു. അവസാനമായിട്ട് അവനും പപ്പുവിനും അവൻ്റെ അമ്മയുടെ അടുത്ത് ഇരിക്കാനുള്ള അവസരമാണ് അവൻ്റെ അച്ഛൻ കാരണം നഷ്ടമായത്. ചടങ്ങുകൾ തീർന്നവരെ അമ്മ ദഹിപ്പിക്കുന്നിടം വരെ അവൻ ആ ഭാഗത്തേക്ക് ചെന്നില്ല. ആ സംഭവത്തിന് ശേഷമാണ് അവൻ അച്ഛനോട് മിണ്ടാത്തത്. എന്നാൽ ആ പിണക്കം മുഖം മാറ്റേണ്ട സമയമായെന്നും ഒരാളോടുള്ള പിണക്കം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നും അതങ്ങ് റീസെറ്റ് ചെയ്യാനുമാണ് ഡെലിലു പറയുന്നത്. അവൾ അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ അവനും തോന്നുന്നുണ്ടായിരുന്നു, ഇത്രയും വർഷമായിട്ടും എന്തിനാ പിണക്കം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സംസാരിച്ചതങ്ങ് തീർക്കുന്നതല്ലേ നല്ലതെന്ന്. പിന്നീട് ഡെലിലുവിനെയും കൊണ്ട് അവൻ അങ്ങോട്ട് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അവിടെയുള്ള കല്ലറകൾ ഏതെങ്കിലും ഒന്ന് അവളുടേതാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളതാണ് ഇവരുടെ ശ്രമം. എന്നാൽ ഒരു കല്ലറ കണ്ടിട്ടും അതിലെ പേര് തൻ്റേതാണെന്ന് അവൾക്ക് തോന്നിയില്ല. ഒരു ഓർമ്മകളിലും അവളിലേക്ക് തിരിച്ചു വന്നില്ല. പ്രഭ പൂജയ്ക്കും മറ്റും പോകുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും അമ്പലത്തിനുള്ളിൽ കയറാറില്ലായിരുന്നു. അതിൽ അവൻ്റെ അച്ഛനും അവൻ്റെ ചേട്ടനും ഒരു ചെറിയ പരിഭവമുണ്ട്. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഡെലിലു അവിടെ വരുന്ന സ്ത്രീകളുടെ വേഷം കണ്ട് അവളും ആ വേഷത്തിലേക്ക് മാറുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കുളക്കടവിൽ വന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രേതമുണ്ടെന്ന് നിനക്ക് വിശ്വാസമായില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തത് എന്ന് പ്രഭയോട് അവൾ ചോദിക്കുന്നു. പ്രഭ പറയുന്നു, ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് വിശ്വസിക്കാത്തതെന്ന്. എന്നാൽ മ്യൂസിക് കാണാൻ പറ്റില്ലല്ലോ, എന്നിട്ട് പോലും നീ മ്യൂസിക്കിൽ വിശ്വസിക്കുന്നില്ലേന്ന്.
എന്നാൽ മ്യൂസിക് കേൾക്കാൻ പറ്റുമോ എന്ന് പ്രഭ പറയുന്നു. ഞാനൊരു പ്രേതമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിലും വിശ്വസിക്കണമെന്ന് അവൾ പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് നീ ഒരു തോന്നലാണെന്നാണ്. നീ ഒരു പ്രേതമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിന്റെ സ്കിൽസ്, നിന്റെ വിശ്വാസമില്ലേ എന്നും അവൾ ചോദിക്കുമ്പോൾ നിനക്ക് ഒരാളെ തൊടാൻ പോലും പറ്റില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ എനിക്ക് തൊടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവളൊരു കാറ്റായിട്ട് വന്ന് അവനെ സ്പർശിക്കുന്നു. ആ കാറ്റ് അവൻ്റെ മുഖത്തടിച്ചതും അവൾ ടച്ച് ചെയ്ത പോലെയാണ് അവന് തോന്നിയത്. എൻ്റെ ടച്ച് ഇങ്ങനെയാണെന്ന് അവൾ പറഞ്ഞു. അവനത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോൺ എടുത്ത് അവളുടെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ആ ഫോട്ടോസിൽ അവളെ കാണാൻ പറ്റുന്നില്ല. അതും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ കുളക്കടവിനപ്പുറം നേരത്തെ കണ്ട ആ പയ്യന്മാരുണ്ടായിരുന്നു. അവൻ ഈ ഫോൺ എടുത്തിട്ട് അവരുടെ വീഡിയോസ് എടുക്കുകയാണെന്നാണ് ആ പിള്ളേർ വിചാരിക്കുന്നത്. ഇത് കാരണം അവന്മാർ നമ്മുടെ പ്രഭേന്ദുവിനെ അടിക്കാനായിട്ട് അവിടേക്ക് വരികയാണ്. പയ്യന്മാർ അവിടെ വന്ന് അവനോട് വഴക്കിടുന്നു. അവൻ്റെ ഫോൺ വാങ്ങി ദൂരേക്ക് വലിച്ചെറിയാൻ തുടങ്ങുന്നു. എന്നാൽ ആ പയ്യൻ ഒരു നിമിഷം കൊണ്ട് ഡെലിലു സ്റ്റാച്ചു പോലെ നിർത്തുകയാണ്. ആ നേരം കൊണ്ട് പ്രഭ അവൻ്റെ കയ്യിൽ നിന്നും ഫോണും വാങ്ങി അവിടെ നടക്കുന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നാൽ ആ പയ്യന്മാർ വീണ്ടും ഇവരുടെ പുറകിന് വന്നിട്ട് ഇവരുടെ അടിയിടാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ പേടിച്ചുടുന്നത് എന്തിനാണ്? എത്രനാൾ ഇങ്ങനെ പേടിച്ചുടും? ഇവന്മാരെ പേടിപ്പിക്കേണ്ട സമയമായി എന്ന് ഡെല്ലു പറയുമ്പോൾ പ്രഭയ്ക്കും തോന്നി താൻ എന്തിനാണ് ഇങ്ങനെ പേടിച്ചോടുന്നതെന്ന്. അങ്ങനെ പ്രഭ അവന്മാർക്ക് നല്ല അടി വെച്ച് കൊടുക്കുന്നു. ഇനി ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇന്ന് കഞ്ചാവ് വരവയുടെ അടുത്ത് നിൽക്കരുതെന്നും പറയുന്നു. അവന്മാരെല്ലാം അടിയും കൊണ്ട് പേടിച്ച് അവിടെ നിന്നും പോകുന്നു. ഡൽഹിയിൽ വന്ന ശേഷം പ്രഭയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അതിലൊന്നായിരുന്നു അവൻ തൻ്റെ ഫാമിലിയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നതും പിന്നെ അവൻ്റെ പല പേടികൾ ഇല്ലാതായതും. അങ്ങനെ അവന് ബോംബെയിൽ വർക്കിന് പോകേണ്ട സമയമെത്തി. അവൻ്റെ കൂടെ നമ്മുടെ ഡൽഹിയിലും പോകുന്നുണ്ട്. ബോംബെക്കുള്ള ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ പ്രഭ അവിടെ ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഡൽഹിയിലും അവന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റിലാണ് ഇരിക്കുന്നത്. തമ്മിൽ ഇവർക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഡൽഹി വേറെ ആർക്കും കാണാനും പറ്റില്ല. അത് കാരണം അവൾ പ്രഭയുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് പ്രഭയോട് സംസാരിക്കാനായിട്ട് ആരംഭിക്കുന്നു. ഞാൻ കൊച്ചിയിൽ നിന്നും സ്ഥിരമായിട്ട് ബാംഗ്ലൂർ പോകാറുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മ വന്നു എന്ന് പ്രഭയോട് അവൾ പറയുമ്പോൾ പ്രഭ പറയുന്നുണ്ട്, നീ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്, നിനക്ക് നിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനും പറ്റുമെന്ന്. എന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടാനാണ് പ്രഭയ്ക്കിഷ്ടം. ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ മിസ് ചെയ്യില്ലേ? ഞാൻ പ്രഭയെ എന്തായാലും മിസ് ചെയ്യും എന്നൊക്കെ അവൾ പറയുമ്പോൾ പ്രഭ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവൻ ആലോചിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ മിസ് ചെയ്യുമെന്ന്. പക്ഷേ അവൻ ഈ പ്രാവശ്യം അത് പറഞ്ഞപ്പോഴേക്കും ഡെലിലു ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം ആ പെൺകുട്ടി അവനോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഡെലിലു ആ പെൺകുട്ടിയും തമ്മിലുള്ള കണക്ഷൻ പോയി എന്നും അവൾ വീണ്ടും ആ ഓപ്പോസിറ്റുള്ള സീറ്റിൽ വന്ന് ഇരിപ്പുണ്ടെന്ന്. തൽക്കാലം ഫ്ലൈറ്റ് ഇറങ്ങുന്നവരെ പ്രഭ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവൻ ബോംബെയിലെത്തി. ആ സമയം നമ്മളെ കാണിക്കുന്നത് അവൻ വർക്ക് ചെയ്യാൻ പോകുന്ന ആ മ്യൂസിക് ഡയറക്ടർ വിരാജിൻ്റെ സെക്രട്ടറിയായ സാന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കമ്മിറ്റ്മെൻറ്റ്സിന് താല്പര്യമില്ലാത്ത കാരണം അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഉപേക്ഷിക്കുകയാണ്. അവൻ്റെ സാധനങ്ങളെല്ലാം അവന് കൊടുത്തിട്ട് അവളും സങ്കടത്തോടു കൂടി തന്നെ ജോലിക്ക് പോകുന്നു. അന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം സാന്ധ്യ പ്രഭയോട് ചോദിക്കുന്നുണ്ട്, നാളെ എപ്പോഴത്തേക്കാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന്. രാവിലത്തേക്ക് ബുക്ക് ചെയ്യാൻ അവൻ പറയുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനും അവളുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ സാന്ധ്യ വളരെ സങ്കടത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡെല്ലുവിന് മനസ്സിലായി. ഡെല്ലിലു അവളുടെ ഫോൺ നോക്കിയിട്ട് പ്രഭയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു കട്ട ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെന്നും നീ അവളുടെ അടുത്ത് പോയിട്ട് അവളോട് സംസാരിക്കാനും പറയും. ഇഷ്യൂ കാരണം അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഇട്ടിട്ട് പോയി. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എത്ര മെച്യൂറായിട്ടാണ് ആ പെൺകുട്ടി ഹാൻഡിൽ ചെയ്യുന്നത്. ഡെല്ലിലു അവളെ ആശ്വസിപ്പിക്കാൻ പ്രഭയോട് പറഞ്ഞതും പ്രഭ ഓരോന്ന് പറഞ്ഞ് അവളെ ചിരിപ്പിക്കുന്നു. തൻ്റെ ബ്രേക്കപ്പിനെ പറ്റി അവൾ സംസാരിക്കുന്നുണ്ട്. ആദ്യം അവനെ ബ്ലോക്ക് ചെയ്യാനാണ് തോന്നിയത്, പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു ഹെയ്റ്റ് കൊടുക്കുന്നതെന്നും പിന്നെ തോന്നി. അതുകൊണ്ട് അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുന്നതാണ് നല്ലതെന്നും ഈ പെൺകുട്ടി പറയുമ്പോൾ ഡെല്ലിയുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. താനും ആരെയൊക്കെയോ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരെയാണെന്ന് അവൾക്കറിയില്ല. ഫ്ലൈറ്റിലിരുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഡെല്ലുവിനോട് പ്രഭ ചോദിക്കുന്നുണ്ട്, നീ മരിക്കുന്നതിന് മുമ്പ് എസ് പറഞ്ഞ് നീ സ്നേഹിച്ചിരുന്ന ആളായിരിക്കുമോ എന്ന്. അതൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലെന്ന് അവൾ പറയുന്നുണ്ട്. സാദിക്ക് സീറ്റ് കിട്ടിയത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവിടെ അടുത്തൊരു സീറ്റ് ഒഴിവുള്ളത് കൊണ്ട് പ്രഭയെ അവൾ അവിടേക്ക് വിളിക്കുകയാണ്. ഡെല്ലു അവനോട് പറയുന്നുണ്ട്, നീ ഫ്രണ്ടിൽ പോയി ഇരുന്നു കൊള്ളാൻ. അങ്ങനെ ആ യാത്രയുടനീളം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
വളരെ പെട്ടെന്നാണ് അവർ കൂടുതൽ അടുത്തു തുടങ്ങിയത്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പിറ്റേന്ന് വീണ്ടും പ്രഭ രൂപേഷിൻ്റെ കൂടെ പല വീടുകളിലും പൂജയ്ക്കും മറ്റും പോകുന്നുണ്ട്. അന്ന് വൈകുന്നേരം പ്രഭയുടെ ഫോണിലേക്ക് സാദിയുടെ മെസ്സേജ് വരുന്നു. സാദി അവളുടെ കസിൻ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടി വന്നാണ്. ഫ്രീ ആണെങ്കിൽ പ്രഭയെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് സാദി. സാദി ഒരു നല്ല പെൺകുട്ടിയാണെന്നും അവളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും പ്രഭയ്ക്ക് നല്ലതാണെന്നും ഡെലിലു പറയുന്നു. എന്നാൽ തനിക്കൊരു ലവിലൊന്നും താല്പര്യമില്ലെന്നാണ് പ്രഭ പറയുന്നത്. അതിൻ്റെ ഏജൊക്കെ കഴിഞ്ഞു പോയി. ഇനി ലവ് അല്ലെങ്കിൽ പോലും ബോംബെയിൽ പ്രഭയ്ക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടില്ലേ, അതുകൊണ്ട് അവളുടെ കൂടെ പാർട്ടിയിൽ പങ്കെടുക്കണമെന്നും ഡെലിലു പറഞ്ഞത് കാരണം പ്രഭയ്ക്കും പിറ്റേന്ന് പാർട്ടിക്ക് പോകാമെന്ന് തോന്നി. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവർക്ക് കാർ എടുക്കണം. അച്ഛനോട് അനുവാദം ചോദിക്കാൻ അവൻ അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. ആ സമയം അവൻ കാണുന്നത് അവൻ്റെ അച്ഛൻ ആ പപ്പു എന്ന് പറയുന്ന നായയെ തൻ്റെ ബെഡിൻ്റെ അടുത്ത് കിടത്തിയിട്ട് അതിനോട് സംസാരിക്കുന്നതും അതിൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നതുമൊക്കെയാണ്. അവൻ്റെ അമ്മയുടെ മരണശേഷം ആ നായ അയാൾ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വാസമുട്ടിലുള്ള ആളാണ് അയാൾ. കുറച്ച് വർഷങ്ങളായിട്ട് കിടക്കുന്നതിന് മുമ്പ് ഓക്സിജൻ എടുക്കാറുണ്ട്. അച്ഛൻ്റെ ഈ അവസ്ഥയെല്ലാം അവൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാർ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കും സന്തോഷമായിരുന്നു. പതിയെ അച്ഛനും മകനും ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഡെലിലു കാരണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡെലിലുവും നമ്മുടെ പ്രഭയും ചേർന്നിട്ട് സാദിയുടെ ബ്രദറിൻ്റെ ഫംഗ്ഷനിലേക്ക് പോയിരുന്നു. അവൾ അവിടെ ഡാൻസ് കളിക്കുന്നതെല്ലാം തന്നെ പ്രഭ നോക്കി നിൽക്കുകയാണ്. പ്രഭയുടെ മനസ്സിൽ സാദിയോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. പ്രഭ അവളെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഡെല്ലുവും ശ്രദ്ധിക്കുന്നത്. അവർ തമ്മിൽ അടുക്കുമ്പോൾ ഡെല്ലുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പ്രഭയെ സാദി കെട്ടിപ്പിടിച്ച സമയത്ത് പ്രഭയുടെ മനസ്സിൽ അവളോട് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഡെലിലു ആകെ ദുഃഖിതയാണ്. അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രഭയോട് തുറന്നു പറയുന്നു. എനിക്ക് പ്രഭയെ ഇഷ്ടമാണെന്ന്. എന്നാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പ്രഭ അവളോട് തിരിച്ചു പറയുന്നു. ഞാൻ പറയുന്നത് വെറും ഒരു ഇഷ്ടമല്ല എന്നും പ്രണയമാണെന്നും അവൾ പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്നു, ഒരു ആത്മാവിനെ എങ്ങനെയാണ് ഞാൻ പ്രണയിക്കാൻ സാധിക്കുക എന്നാണ്. നിനക്ക് എന്നെ ടച്ച് ചെയ്യാനോ എനിക്ക് നിന്നെ ടച്ച് ചെയ്യാനോ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് പ്രണയിക്കുന്നത്? സാദി ഇന്നെന്നെ ഹഗ് ചെയ്ത സമയത്ത് തൻ്റെ ഉള്ളിൽ അവളോട് വലിയൊരു കണക്ഷൻ തോന്നിയെന്നും അവൻ പറയുമ്പോൾ ഡില്ലുവിന് അതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയായിരുന്നു. എന്നാൽ അവൾ പറയുന്നുണ്ട്, ലവ് എപ്പോഴും ഫിസിക്കലായിരിക്കില്ല. അകലത്തുള്ള ആളുകളും പരസ്പരം പ്രണയിക്കാൻ പറ്റും. അത് ഇമോഷണൽ കണക്റ്റാണ്. നമ്മൾ തമ്മിൽ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്നും ഇത്രയും ദിവസം കൊണ്ട് തന്നെ മനസ്സിലായില്ലെന്ന് അവൾ ചോദിക്കുകയാണ്. എനിക്ക് ഈ ലോകത്ത് പ്രഭ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും പറ്റി എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്കൊന്നും ഒരുമിച്ചിരിക്കാമെന്നും അവൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അതൊരിക്കലും വർക്കൗട്ട് ആകില്ലെന്ന്. കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലെന്ന് അവനറിയാം. പക്ഷേ മറ്റൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ തന്നെ ഒഴിവാക്കിയാണോ എന്ന് ഡെലിലു അവനോട് ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഓവർ റിയാക്ട് ചെയ്യുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അതിൻ്റെ പേരിൽ രണ്ടുപേരും കൂടെ ചെറിയൊരു വാക്തർക്കമാവുന്നുണ്ട്. ആ ടൈമിലാണ് സാദിയുടെ കോൾ വരുന്നത്. അവൾ ദേഷ്യത്തോടെ കോൾ എടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ അവൻ ദേഷ്യത്തിൽ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നേ ഉള്ളൂ. കോൾ എടുക്കുന്നില്ല. ആ സമയം ഡെലിലു അവനോട് സോറി പറയുന്നു. ഞാൻ കുറച്ച് ഓവറായിട്ട് ദേഷ്യപ്പെട്ടു, നീ കോൾ എടുക്കണം പറയുന്നു. എന്നാൽ തനിക്ക് പ്രൈവസി വേണമെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ നിന്നും ആ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. റോഡ് സൈഡിൽ നിന്ന് അവൻ പെട്ടെന്ന് ഡോർ തുറന്നതും ബാക്കിലൂടെ വന്ന വണ്ടിയാകട്ടെ അവനെ ഇടിക്കേണ്ടതായിരുന്നു. ഒരു വിധത്തിലാണ് അവൻ സൈഡാക്കി നിർത്തിയത്. എന്നാൽ വണ്ടിക്കാരൻ അവനെ കുറേ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഒരശ്രദ്ധ ഈ നിമിഷം അവൻ്റെ ജീവനില്ലാതാക്കിയനെ. അവൻ തിരിഞ്ഞു നോക്കിയതും ഡെലിലു അവൻ്റെ തൊട്ടു മുന്നിൽ നിൽപ്പുണ്ട്. അവൾ പെട്ടെന്ന് അവനെ ഹഗ് ചെയ്യുന്നു. ആ ഒരു ടൈമിൽ അവളുടെ മെമ്മറി എല്ലാം തന്നെ തിരിച്ചു വരികയാണ്. അവളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നു. അവളുടെ മമ്മിയുടെയും ഡാഡിയുടെയും പേര് ആനി എന്നും വിനോദ് മാത്യു എന്നുമായിരുന്നു. അവൾക്ക് ഒരു അനിയനുണ്ടായിരുന്നു, ജേക്കബ് എന്നാണ് അവൻ്റെ പേര്. ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവളാകട്ടെ ഒരു ദിവസം തൻ്റെ ഫാമിലിയോട് പറയുന്നുണ്ട് തനിക്കൊരാളെ ഇഷ്ടമാണെന്ന്. അവളുടെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ട ആളാണ്. പക്ഷേ അയാളോട് ഇതുവരെയും അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അയാൾക്ക് അവളെ ഇഷ്ടമാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. നാളെ അയാളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെ വരുമ്പോൾ അയാൾ പ്രപ്പോസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ എന്നും അവൾ പറയുന്നു. അതിനെ അവളുടെ പപ്പ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ അമ്മയാകട്ടെ അയാളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ അവളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളുടെ അമ്മയ്ക്ക് താടിയുള്ളവരെ അധികം ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇവളി സ്നേഹിക്കുന്ന ആൾക്ക് താടിയുണ്ടെന്നും അയാളൊരു ഹിന്ദുവാണെന്നും തന്നെക്കാൾ കുറച്ചുകൂടി ഏജ് ഉണ്ടെന്നും അവൾ പറയുന്നു. ഉറപ്പായിട്ടും കണ്ടു കഴിഞ്ഞാൽ മമ്മി ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് അവൾ പറയുന്നു. അവരും അയാളെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് അയാൾക്ക് വേണ്ടി അവരുടെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ആളെ കാണുന്നില്ല. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവൾ ആകെ ഡിസ്റ്റർബ്ഡായി അതിന് റിപ്ലൈ ചെയ്യുകയാണ്. എന്ത് പറ്റി, അയാൾ വരില്ല എന്ന് അവളുടെ പപ്പയും മമ്മിയും ചോദിക്കുമ്പോൾ അവൾ ആകെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അയാൾ വരില്ല എന്ന്. ഞാൻ അയാളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന് അയാൾ ചിലപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സാരമില്ല എന്ന് അവളുടെ പപ്പ പറയുമ്പോൾ അയാൾ അവളെ കോൾ ചെയ്യുന്നുണ്ട്.
ആ കോൾ കണ്ടപ്പോൾ അവൾക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അയാൾ കൺഫ്യൂഷനിലായിരിക്കുമെന്ന്. ഒന്ന് സംസാരിച്ചാൽ തീരുമാന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങുകയാണ്. പെട്ടെന്ന് ഒരു വണ്ടി വന്ന് അവളെ ഇടിച്ചിടുന്നു. അവളുടെ ആ ഒരു അശ്രദ്ധയായിരുന്നു ആ ആക്സിഡൻറ്റിന് കാരണം. പിന്നെ കാണിക്കുന്നത് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. ആക്സിഡൻറ്റ് ന്യൂസ് അവളുടെ അനിയൻ്റെ സ്കൂളിലേക്ക് വിളിച്ചു പറയുന്നു. അങ്ങനെ അവൻ്റെ അനിയൻ ജേക്കബിനെ അവൻ്റെ സ്കൂളിലെ ഹെഡ് ബോയ് ആയ അവിനാഷിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ഡോക്ടേഴ്സ് അവരുടെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ബ്രെയിൻ ഡെത്ത് ആയി എന്ന്. ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് അവളുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഇനി അങ്ങോട്ട് അങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല. അവളെ ഈ ലോകത്ത് നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് അതിൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെയും സമ്മതം വേണം. അവളുടെ പപ്പ അവളുടെ അനിയനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. മോനൊരു എസ് പറഞ്ഞെങ്കിൽ മാത്രമേ ചേച്ചി നമുക്ക് യാത്ര അയക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ അവളുടെ അനിയനും എസ് പറയുന്നു. അതിനുശേഷം അവളുടെ മെഷീൻസ് എല്ലാം മാറ്റുകയും അവളെ പൂർണ്ണമായിട്ടും മരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനെപ്പറ്റിയുള്ള ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു വന്നപ്പോഴേക്കും അവൾ ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രഭേന്ദുവിനോട് പറയുന്നു. തൻ്റെ പേര് മായ മാത്യു എന്നാണെന്നും അയാൾ പറയുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അവിനാശ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അവളുടെ ആത്മാവ് അവിനാശിൻ്റെ കൂടെ കൂടിയത്. എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നതോടുകൂടി അവളുടെ ആത്മാവ് പ്രഭേന്ദുവിനെ വിട്ടു പോവുകയാണ്. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാകുമെന്ന് അവൻ ചിന്തിക്കുന്നു. അവൾ പോയ ശേഷം അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ അവൻ അമ്പലത്തിലേക്ക് കയറി. അവൻ്റെ അച്ഛനും അത് കണ്ട് ഒരുപാട് സന്തോഷമായി. അവളുടെ പേരും അഡ്രസ്സും ഒക്കെ വെച്ചിട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ തിരിയുകയും അവളുടെ ഫാമിലിയെ പറ്റിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ തൻ്റെ വല്യച്ഛനോട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ആ ആത്മാവിന് പൂർണ്ണമായിട്ടും മോക്ഷം കിട്ടണമെങ്കിൽ അവൾ സ്നേഹിച്ച ആളെ അവളുടെ പപ്പയും മമ്മിയും കാണണമെന്ന് അയാൾ പറയുന്നു. അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൾ പ്രണയിച്ച ആളെ അവർ കണ്ടിട്ടില്ല. എന്നാൽ അവൾ ആത്മാവായിട്ടിരുന്ന സമയത്ത് പ്രണയിച്ചത് പ്രഭേന്ദുവിനെ ആണല്ലോ. അവനെയെങ്കിലും അവളുടെ വീട്ടുകാർ കാണട്ടെ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അങ്ങനെ അവളുടെ വീട് തേടി അവൻ പോവുകയാണ്. അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞായിരുന്നു അവൻ അവനെ സ്വയം പരിചയപ്പെടുത്തിയത്. മായ അവരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതൊന്നും അവർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെയൊക്കെ മനസ്സിൽ അവൾ എന്നും ജീവിക്കുന്നുണ്ട്. അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഡ്രസ്സുകൾ വാങ്ങാനായിരുന്നു. എപ്പോഴും ഷോപ്പിംഗ് ആപ്പുകൾ നോക്കിക്കൊണ്ടേയിരിക്കും. മരണശേഷം അവൾ അതുതന്നെയായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്രഭയ്ക്കറിയാം. അവന് വേണ്ടി ചായ എടുക്കാൻ അവർ ഉള്ളിലോട്ട് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവളുടെ ചിത്രം അവൻ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ള കളറിൽ ലാവണ്ടർ പൂക്കളുള്ള ചുരിദാറായിരുന്നു അവൾ ആ ചിത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ അമ്മ അവിടേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് അവൻ്റെ പേര് എന്താണെന്ന്. പ്രഭേന്ദു എന്ന് അവൻ പറയുന്നു. ആ സമയം അവളുടെ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്നേഹിക്കുന്ന ആളെപ്പറ്റി തൻ്റെ മകൾ പറഞ്ഞതാണ്. അയാൾക്ക് താടിയുണ്ട്, അയാൾ കുറച്ച് ഏജ്ഡാണ്, ഹിന്ദുവാണ് എന്നൊക്കെ കാര്യങ്ങളായിരുന്നല്ലോ. ആ ടൈമിൽ ആ മായയുടെ അമ്മ പ്രഭേന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പ്രഭേന്ദുവിനെ ആയിരുന്നോ എൻ്റെ മകൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെന്ന്. പ്രഭേന്ദു ഒന്ന് ആലോചിച്ച ശേഷം അവരോട് അതെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. മായ സ്നേഹിച്ച ആളെ ഈ മൂവിയിൽ കാണിക്കുന്നില്ല. പക്ഷേ താനാണ് ആ ആളെ എന്ന് അവളുടെ വീട്ടുകാർ കരുതിക്കോട്ടെ എന്ന് പ്രഭേന്ദു വിചാരിക്കുകയാണ്. കാരണം മരണശേഷം അവൾ പ്രഭേന്ദുവിനെ ഒരു രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ആ വീട്ടിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങി പോയതും ഒരു ചെറിയ കാറ്റ് അവനെ വന്ന് തലോടി പോകുന്നു. ആ നിമിഷം പ്രഭയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് അവൻ്റെ ഡെല്ലിയുടെ സ്പർശനമാണെന്ന്. പിന്നീട് അവൻ ബോംബെയിലേക്ക് പോവുകയും ആഗ്രഹിച്ച പോലെ വലിയൊരു ഗിറ്റാറിസ്റ്റ് ആവുകയും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്നും അവൻ്റെ കൂടെ സാധ്യ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.